എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവരും ഹാപ്പിയായിട്ട് സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നാളെ വിഷു ആണ്. സോ ഇവിടെ ചെറുതായിട്ടാണ് നമ്മൾ വിഷുവിന് ഇവിടെ എല്ലാം റെഡിയാക്കുന്നത്. കഴിഞ്ഞ വർഷമായിരുന്നു നമ്മുടെ ആദ്യത്തെ വിഷു ബാംഗ്ലൂർ ഈ വീട്ടിൽ. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ വിഷുവാണ്. ഒരുപാട് ചെയ്യാനുള്ള ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. എൻ്റെ കയ്യിൽ നമ്മുടെ വീട്ടിൽ വലിയ കൃഷ്ണനില്ല, ഒരു കുട്ടി കൃഷ്ണൻ മാത്രമാണുള്ളത്. അപ്പോൾ ഈ കുട്ടി കൃഷ്ണനെ വെച്ചിട്ട് നമുക്ക് ഒഴിവാക്കാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു നമ്മുടെ വിഷുവിന് നമുക്ക് എപ്പോഴും നൊസ്റ്റാൾജിക്കായിട്ട് ഓർമ്മ നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല അതിൻ്റേതായിട്ടുള്ള കുറേ റിച്വൽ ബിലീഫ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ആ ഒരു ചടങ്ങ് മുടക്കാതെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ തെറ്റുണ്ടെന്ന് എനിക്കറിയാം. കുറച്ച് കാര്യങ്ങളൊക്കെ കുറവായിരിക്കുമെന്നും എനിക്കറിയാം. പക്ഷെ ഐ നോ നമ്മുടെ ഇൻറ്റൻഷനും ഇൻറ്റ്യൂഷനും നല്ലതാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വലിയ വേറെ പ്രശ്നങ്ങളില്ല. അപ്പോൾ നമ്മളുള്ളത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയാലും ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ക്വാളിറ്റി. സോ ഉള്ളത് വെച്ചിട്ട് ഒരു കുട്ടി വിഷുക്കണി ഒരുക്കുന്ന ഒരു ചെറിയ വീഡിയോയും, പിന്നെ നാളെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ ചിലപ്പോൾ പോകും, ഉറപ്പായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും. ഇവിടെ നല്ല കാറ്റ്, നല്ല മഴ തുടങ്ങിയപ്പോൾ ഈ ഡോറിടുന്ന് അടിക്കുന്നതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പ്രേയേഴ്സും നമ്മുടെ എന്താ പറയുക വാട്ട് എവർ പേഴ്സണൽ റിച്വൽസ് ആൻഡ് ബിലീവ്സ് ഉള്ളത് ഈ ഒരു കോർണറിലാണ് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റ് കോർണറൊക്കെ നോക്കിയപ്പോൾ നമുക്കൊരു ദിശ ഉണ്ടല്ലോ, വിളക്ക് കത്തിക്കുന്നതും അങ്ങനെ എല്ലാം നോക്കിയിട്ട് ആ ദിശ അനുസരിച്ചിട്ട് നമ്മൾ ഭഗവാൻ ഈ കോർണറിലാണ് വെച്ചിരിക്കുന്നത്. സോ കാണാം, ഭയങ്കര കുട്ടിയായിട്ട് നമുക്കുള്ള ഒരു സൈഡ് ടേബിളിലാണ്. ഇനി പയ്യെ കുറച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ സെറ്റിലാവുമ്പോൾ എനിക്ക് വലിയൊരു മറ്റേ വിഗ്രഹം പോലെ അമ്പലം പോലെ വരുന്ന കുഞ്ഞൊരിതുണ്ടല്ലോ, അതൊക്കെ ആഗ്രഹമുണ്ട്. സോ പറ്റുവാണെങ്കിൽ അതും ചെയ്യണം എപ്പോഴെങ്കിലും. പക്ഷെ നമുക്കിപ്പോൾ ഉള്ളതുപോലെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ആദ്യം നമ്മുടെ കുട്ടിക്കൃഷ്ണനെ ഒന്ന് കാണിക്കാം. കുഞ്ഞി കൃഷ്ണനെയാണ് നമ്മൾ നാളെ വിഷുക്കണിക്ക് കാണാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ചെറിയൊരു ഒരുക്കം. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. നെക്സ്റ്റ് ഡേ ആയി. സോ വീഡിയോയുടെ കണ്ടിന്യൂഷനിലേക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക്. സോ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് കണിയൊക്കെ കണ്ടു. ഒരു 4:30 ആയപ്പോൾ എണീറ്റ് വിളക്ക് കത്തിച്ച് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നടക്കാൻ പോയിട്ട് തിരിച്ച് വന്നിട്ട് കുളിച്ചിട്ട് വിളക്കത്തിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് നമ്മൾ തിരിച്ചെത്തി. എന്നിട്ട് ഇനി നമുക്ക് കുറച്ച് ഇടിയപ്പവും കിഴങ്ങ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ പറഞ്ഞപോലെ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവും. സോ യൂഷ്വലി നമ്മുടെ വീട്ടിൽ വിഷുവിന് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഊണും പായസം, അങ്ങനെ ഒരുപാട് വലിയ രീതിയിൽ സദ്യ ചെയ്യാറില്ല. ചില സ്ഥലത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ സദ്യ ആയിട്ട് ചെയ്തിട്ടില്ല. ചെറുതായിട്ട് എന്തെങ്കിലും വെജിറ്റേറിയൻ ഫുഡും പായസമൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകും. അപ്പം ആള് പറഞ്ഞ് ഇന്ന് ആള് ബിരിയാണി ഉണ്ടാക്കുമെന്ന്. അപ്പം ഇവരുടെ സൈഡിൽ അവൻ മലബാർ സൈഡല്ലേ, അപ്പം മലബാർ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വിഷുവിൻ്റെ അന്ന് ദേ ഇൻകോപ്പറേറ്റ് എന്തെങ്കിലും ഒരു നോൺ വെജ് ഡിഷും കൂടെ. ആൻഡ് ചിലപ്പം ബിരിയാണി അല്ലെങ്കിൽ എന്തെങ്കിലും, ഈവൻ ഞാൻ പോർക്ക് കറി ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ മട്ടൻ, അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്ന് ആള്
ഇവിടെ ഉണ്ട്. അപ്പം പുള്ളി ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മളൊരു കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി അതെല്ലാം വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം. ആൻഡ് ബിരിയാണിയും കഴിക്കാം. ആദ്യമായിട്ട് വിഷുവിന് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എല്ലാവരും സൈഡിലുള്ള ആൾക്കാരുടെ എന്താ പറയുക വിശ്വാസങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നതിൻ്റെ മാത്രമല്ല ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുക, അക്നോളേജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ് ഇന്ന്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അയ്യോ ഞാൻ ഒരു കാര്യം ചെയ്തില്ല. തരൂ. നമ്മുടെ കറി റെഡിയായി. ഇടിയപ്പം താണ്ട ലാസ്റ്റ് കുറച്ചും കൂടെ ഒരു 4-5 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ നമുക്ക് ഫുഡ് റെഡിയായി. അവിടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയല്ലേടാ? തുടങ്ങിയോ? സോ അവിടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങി. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനൊരു 10 മിനിറ്റ് ഉറങ്ങാൻ പോവാ. സോ ഞങ്ങളൊന്ന് ഓടിപ്പോയി റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കുറച്ച് പായസം ഉണ്ടാക്കിയിട്ട് ഈ പായസവും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാം. സോ ബാക്കി അവിടുത്തെ പ്രിപ്പറേഷൻസും കുറച്ചും കൂടെ ഫുഡ് ഷോട്ട്സൊക്കെ ആയിട്ട് നമ്മുടെ